മനോഹരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം യൂത്ത് ലീഗ്. വലിയ ആക്രോശങ്ങളും വലിയ കോലാഹലങ്ങളുമില്ലാതെ, വലിയ അവകാശവാദങ്ങളില്ലാതെ, ഒരുപക്ഷെ സാമൂഹ്യമായ രാഷ്ട്രീയത്തിന്റെ ഒരു ബാലൻസായി മുസ്ലിം യൂത്ത് ലീഗിന്റെ സാന്നിധ്യത്തെ സാമാന്യ ബോധമുള്ള ഒരാൾക്കും കാണാതിരിക്കാൻ കഴിയില്ല. അതൊരു പൊതുസമ്മേളനത്തിലൂടെയോ മഹാപ്രകടനങ്ങളിലൂടെയോ വിളിച്ചു പറയേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് പുതിയ കാലം. നമുക്കറിയാം, സോഷ്യൽ മീഡിയയുടെയും പുതിയ ടെക്നോളജിയുടെയും അനന്തമായ സാധ്യതകളുള്ള ഒരു കാലത്ത് ഇത്തരം പൊതുയോഗങ്ങൾ പഴയ കാലത്തെ പോലെ അത്രമേൽ സജീവമല്ല ഇന്ന്. ഒരുപക്ഷെ ഞാൻ പറയാൻ പോകുന്നതിന് അപ്പുറമുള്ള രാഷ്ട്രീയത്തെ നിരന്തരമായി ഇടപെടുകയും മനനം ചെയ്യുകയും ചെയ്യുന്ന ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിശദീകരണങ്ങളുടെ ആവശ്യമുണ്ട് ഈ പ്രശ്നത്തിൽ നിങ്ങളോട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്റെ ബഹുമാന്യരായ നേതാക്കന്മാർ പാറക്കൽ അബ്ദുല്ല സാഹിബ്, അതുപോലെ തന്നെ നിരവധി ആളുകൾ സൂഫി നെരിക്കാട്ടേരിയും അഹമ്മദ് പുന്നത്തിലും ബഹളത്തൊക്കെ വേദിയിലുണ്ട്. അവരൊക്കെ എന്റെ മുമ്പ് സംസാരിക്കുമെന്ന്, അതിന്റെ ചുവട് പിടിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചായിരുന്നു ഞാനിരുന്നത്. പക്ഷേ അവർ എന്നെ നിരാശപ്പെടുത്തിയാണ് പ്രശ്നം അവസാനിപ്പിച്ചത്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ സ്വാഗതത്തിലും ഷുഹൈബും അതുപോലെ തന്നെ സമീറും ഒക്കെ അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. മുസ്ലിം ലീഗ് ഒരു നാട്ടിൽ, ഒരു രാജ്യത്ത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഒരു പ്രസംഗമോ ഒരു ലേഖനമോ ഒന്നുമല്ല മറുപടി. ഇന്ത്യയിൽ നിന്ന് വ്യതിരിക്തമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് മറുപടി. ലീഗ് ഉത്തോപ്പിയല്ല. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ചാൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയല്ല. ലീഗിന്റെ കൊടി പിടിച്ചാൽ എന്ത് സംഭവിക്കുമെന്നത് കാണിച്ചു തന്നതാണ്. അത് ഉത്തോപ്പിയല്ല, സംഭവിച്ചു കഴിഞ്ഞതാണ്. വരാനിരിക്കുന്ന ഒരു സ്വർഗത്തെക്കുറിച്ചുള്ള വാഗ്ദാനമല്ല. വന്നുകഴിഞ്ഞ ഒരു രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ചുള്ള വാദവും പ്രതിവാദവും മാത്രമാണ് മുസ്ലിം ലീഗിന്റെ ശത്രുക്കൾ നടത്തുന്നത്. മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ചാൽ നിങ്ങൾക്ക് അത് വരും ഇത് വരും എന്ന വാഗ്ദാനങ്ങൾ ആ കൊടി പിടിച്ചു നിരാശരായവരുടെ മനസ്സിനകത്തുണ്ടാകും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്ക് അകത്തുനിന്ന് വരുന്ന പുറത്തുനിന്ന് വരുന്ന തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ആളുകൾ പറയുന്ന ഒരു സ്വപ്നത്തിന്റെ ലോകമുണ്ട്. യാഥാർത്ഥ്യമല്ല. നിങ്ങൾ വന്നാൽ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ ലീഗ് ഒരു വാഗ്ദാനവും നൽകുന്നില്ല. ലീഗ് ഒരു റിയാലിറ്റിയാണ്. സംഭവിച്ചു കഴിഞ്ഞതാണ്, വരാനുള്ളതല്ല. സംഭവിച്ചു കഴിഞ്ഞതാണ്. എന്താണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി? നാദാപുരത്തിന്റെയും പരിസര ഭാഗങ്ങളിലുമൊക്കെ തെരഞ്ഞെടുപ്പിന്റെ വരവിൽ നടന്ന ഒരുപാട് പ്രസംഗങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ ഗൗരവത്തോടുകൂടി ഇന്ത്യ രാജ്യത്ത് സംഭവിക്കാതിരിക്കുന്ന അപകടത്തെക്കുറിച്ച് 1000 തവണ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ്. ആർക്കും അത് ബോധ്യമായില്ല. ഈ കഴിഞ്ഞ നിയമസഭയിൽ 30 ദിവസത്തോളം നമുക്കറിയാം, 45 ദിവസത്തോളം കഴിഞ്ഞ നിയമസഭയുണ്ടായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭ. ആ സഭക്കകത്ത് പരിശുദ്ധമായ റമദാനിൽ 20 വരെ സഭയുണ്ടായിരുന്നു. സഭക്കകത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കുകയായിരുന്നു, LDF ആവട്ടെ UDF ആവട്ടെ എല്ലാവരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. എല്ലാവരും പറയുന്നു ജയിച്ചവർ തോറ്റവർ എന്നതിന്റെ കണക്കുകളെ കുറിച്ച്. സാമാന്യബോധമുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, മലയാളിയിൽ ആരാണ് ജയിച്ചത്, ആരാണ് തോറ്റത്? ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ വിലയിരുത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആരാണ് ജയിച്ചത്? ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആരാണ് തോറ്റത്? തോറ്റുപോയത് കേരളത്തിൽ എല്ലാവരുമാണ്. പരാജയം സംഭവിച്ചത് കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിലാണ്. അവിടെയാണ് തോറ്റുപോയത്.
ഈ തോൽവിയെക്കുറിച്ചാണ് മുസ്ലിം ലീഗ് സൂചനകൾ നൽകിയത്. വരുമായിരുന്ന ഒരു തോൽവിയെക്കുറിച്ച്. തോൽക്കുന്നത് LDF UDF അല്ല, ജനങ്ങളാണ്, രാജ്യമാണ്, രാജ്യത്തിന്റെ പൈതൃകമാണ്, രാജ്യത്തിന്റെ സെക്യുലറിസമാണ്, രാജ്യത്ത് പതിറ്റാണ്ടുകളായി കെട്ടിപ്പൊക്കിയ നന്മയും സൗഹൃദവും ഈ നാട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മര്യാദയുമാണ്. കൂട്ടുപോയതാണ് കോൺഗ്രസ് അല്ല, CPM അല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയും മുന്നണിയുമല്ല, രാജ്യത്തെ ജനങ്ങൾ. ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ലീഗ് പറഞ്ഞത്. ആ തോൽവിയെ മറികടക്കാൻ ശ്രമിക്കേണ്ടത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം ബാധ്യതയായിരുന്നില്ല, രാജ്യത്തിന്റെ ബാധ്യത. എന്തൊക്കെയായിരുന്നു വടായി? നമ്മുടെ നാട്ടിൽ BJP ശരിയാക്കി കളയും, RSSനെ അത് തകർത്ത് കളയും. നമ്മുടെ നാട്ടിലെ തീക്കിരിപ്പിള്ളേരായിട്ടുള്ള ഇവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകൾക്കുണ്ടല്ലോ, ഏതൊക്കെ കൊട്ടയിൽ കൊണ്ടാണ് നിങ്ങൾക്ക് വോട്ട് കൊണ്ടുപോയിട്ടത്? ആരോടോ അതിനൊക്കെ ഉത്തരവാദികളായി രാജ്യത്തുള്ളത്? ഏത് കൊട്ടക്കിണറ്റിലാണ് നീയൊക്കെ കൊണ്ടുപോയിട്ട വോട്ടുള്ളത് എന്നൊന്ന് പരിശോധിച്ചു നോക്ക്. അത് രാജ്യത്തൊന്നും ഉപകാരമാണ് ചെയ്തത്. ആരെയാണ് ജയിപ്പിച്ചത്? നല്ല വോട്ട്. ആരെയാണ് തോൽപ്പിച്ചത്? നല്ല വോട്ട്. 10 രൂപയുടെ ഉപകാരമില്ലാത്ത കുറെ വോട്ടുകൾ കൊണ്ടുപോയി പൊട്ടക്കിണത്തിലിട്ടതല്ലാതെ രാജ്യത്തിന് ലീഗ് വിരുദ്ധ തീവ്രവാദികൾ ഈ തെരഞ്ഞെടുപ്പിൽ ചുക്കും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ എല്ലാവരുടെ നാവും അണ്ണാക്കിലേക്ക് വലിച്ചു പോയിട്ടോ പറയപ്പെടുന്നല്ലോ. ആദർശക്കാർ ഇന്ത്യ ഭരിക്കുകയാണ്, BJP ഇന്ത്യ ഭരിക്കുകയാണ്. കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു ഭൂമിയിൽ നിന്ന് BJP അങ്ങോട്ട് ഏമാറ്റിക്കളയുമെന്ന് പറഞ്ഞു വീരശൂല പരാക്രമങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടത്. ഞങ്ങൾ പറഞ്ഞു അവനവന്റെ തടിയും ആരോഗ്യത്തെ നോക്കിയിട്ട് വേണം കളിക്കാൻ. മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞ പോലെ സാനിറ്റോറിയത്തിലെ ക്ഷയരോഗി പോയി രാമയെ വെല്ലുവിളിക്കരുത്, ഊരൊഴുക്കി പോകും. നിനക്ക് പറ്റിയതാണ്, നിന്റെ മൈൻഡ് എന്തായിരുന്നു? രാജ്യത്തിലെ BJPയോട് കളിക്കുമ്പോ രാജ്യത്തിലെ BJPയോട് കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നിൽക്കാവുന്ന മതേതര കക്ഷി നമ്മുടെ കൂടെ വേണമായിരുന്നു. കോൺഗ്രസ് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ടാണ്. കോൺഗ്രസ് ഇന്ത്യയിലെ എല്ലാം എന്റെ പാർട്ടിയാണെങ്കിൽ ലീഗിന്റെ പച്ചപ്പൊടി താഴെ വെച്ച് അത് കോൺഗ്രസിൽ പോയാൽ പോരെ, ഞങ്ങൾക്ക് അത് ചേർന്നാൽ പോരെ. ഞങ്ങൾ പോയില്ല. ഞങ്ങൾ പറഞ്ഞത് ഇവരുമായി താരതമ്യം ചെയ്താൽ കോൺഗ്രസിന്റെ സെക്കുലർ പാർട്ടിയെ മുന്നിൽ നിർത്തി വേണം നിങ്ങൾ ഈ പോരാട്ടം നയിക്കാനെന്നാണ്. നമ്മൾ കോൺഗ്രസിന് പിന്തുണ കൊടുക്കണം. കോൺഗ്രസിനെ തിരുത്താൻ നമ്മൾ അതിനകത്തുണ്ട്, രാജ്യത്തിനകത്തുണ്ട്, സെക്കുലർ സംവിധാനത്തിനകത്തുണ്ട്. എന്നാൽ ഈ രാജ്യത്തിന്റെയും സെക്കുലർ സംവിധാനത്തിന്റെയും പുറത്തുനിന്ന് മാത്രമേ നമുക്ക് BJPയോട് സംസാരിക്കാൻ കഴിയൂ, രാജ്യത്തിലെ ഫാക്ടറികളോട് സംസാരിക്കാൻ കഴിയൂ. അത് വൃത്തത്തിനകത്തല്ല. CPM പറഞ്ഞു, ഈ രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിനെ തകർക്കുകയല്ല, RSSനെ വളർത്തുകയാണ്. അത് മനസ്സിലാക്കിയില്ല. കോൺഗ്രസിനെ തകർക്കുകയല്ല, RSSനെ വളർത്തുകയാണ്. RSS ഇന്ത്യ ഭരിക്കുന്നു. അത് വസ്തുതയാണല്ലോ, യാഥാർത്ഥ്യമാണല്ലോ. മുസ്ലിം ലീഗ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഉത്തരവാദിത്തപൂർണമായ ഒരു ദൗത്യമതാണ്, ഞങ്ങൾ നിർവഹിച്ച ദൗത്യമതാണ്. അഭിമന്യനായ ശിഹാബ് തങ്ങളെ ഓർത്തുകൊണ്ട് കേരളത്തിന്റെ ഗ്രാമങ്ങളും തെരുവുകളുമൊക്കെ വലിയ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിയ ദിവസങ്ങളും മണിക്കൂറുകളുമാണ് കഴിഞ്ഞുപോയത്. നിങ്ങൾ ഓർക്കുക, എന്തിനാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഇവിടെയും പറഞ്ഞല്ലോ, ഇവിടുത്തെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരും അവരുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചല്ലോ. എന്താണ് മുസ്ലിം ലീഗ് രാജ്യത്ത് ചെയ്തു വരുന്നത്? ലീഗിനെ നിങ്ങൾക്ക് വിമർശിക്കാം, ലീഗിനെ നിങ്ങൾക്ക് എതിർക്കാം, ലീഗിനെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താം. മുസ്ലിം ലീഗ് പറയുന്ന ആശയങ്ങളുണ്ട്, ആശയപരമായി സംവദിക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾ മുന്നോട്ട് വരണം. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ പരിശോധിക്കൂ. മുഹമ്മദ് കോയ സാഹിബ് ലീഗ് രാഷ്ട്രീയത്തിന്റെ ഒരു ചരിത്രഘട്ടത്തെ, അതിന്റെ പ്രയോഗവൽക്കരണത്തെ, സാഹിബും മുഹമ്മദ് ഇസ്മായിൽ സാഹിബും ഒക്കെ കൊടുത്ത ആശയത്തെ, ആ ആശയത്തിന്റെ മഹാപ്രപഞ്ചത്തെ പ്രയോഗവൽക്കരിച്ച മഹാനാണ് മുഹമ്മദ് കോയ സാഹിബ്. സീരജിന്റെ കാലം നിങ്ങൾ പരിശോധിച്ചു. സീരജിന്റെ കാലത്ത് നിന്ന് പിന്നെയും മുന്നോട്ട് വന്ന് മറ്റൊരു കാലം വരുമ്പോൾ മഹാനായ ശിഹാബ് തങ്ങളുടെ രണ്ടാമത്തെ ഒരു കാലഘട്ടമുണ്ട്. സീരജ് സംസാരിച്ച ജനത ആരാണ്? സീരജ് സംസാരിച്ചത് ആരോടാണ്? അക്ഷരജ്ഞാനമില്ലാത്ത അറിവുകൾ ഏതുമില്ലാത്ത ഒരു ജനതയോട് 921 അതിവൈകാരികതയെ നെഞ്ചിൻ കൂട്ടിനകത്ത് സൂക്ഷിക്കുന്ന ഒരു വികാരജീവി സമൂഹത്തോടാണ് സീരജ് സംസാരിക്കുന്നത്. 1947 ഇന്ത്യ സ്വതന്ത്രമായി ഈ രാജ്യത്ത് ഒരു ജനത വന്ന് ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഒരു കാലത്ത് അന്നാണ് ലീഗ് അതിന്റെ പച്ചക്കൊടിയുമായി 48 മുതൽ അവരുടെ മുമ്പിൽ നിൽക്കുന്നത്. അവന്റെ മുമ്പിൽ പച്ചക്കൊടി എന്തെന്നതല്ല, അവന്റെ മുമ്പിൽ രാജ്യത്തിന്റെ സെക്കുലാരിസവും രാജ്യത്തിന്റെ ഡെമോക്രസിയും രാജ്യത്തിന്റെ സോഷ്യലിസം എന്നല്ല ഒരു വ്യവസ്ഥയും അവന് ബോധ്യമുണ്ടായിരുന്നില്ല. അവന്റെ മനസ്സിലുണ്ടായിരുന്നത് ഞങ്ങൾ എവിടെയാണ് ജീവിക്കേണ്ടത്? പാകിസ്ഥാനിലാണോ അതോ ഇന്ത്യ രാജ്യത്താണോ? ഈ രാജ്യത്തിലെ വർഗീയ പ്രാക്ടീസുകൾ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? ഒരുതരം സംരക്ഷണ
വൈകാരികമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന അല്പജ്ഞാനികളായിട്ടുള്ള ഒരു ജനതയെയാണ് സയ്യിദ് മുഹമ്മദ് കോയ ആസാദ് സംസാരിച്ചത്. അവരോടാണ് സയ്യിദിന്റെ പ്രസംഗത്തെ കുറിച്ച് അത് കേട്ടവർ അത് കേട്ട് ആസ്വദിക്കാൻ ഭാഗ്യമില്ലാതെ പോയ ഒരു തലമുറയിലാണ് യൂത്ത് ലീഗുകാരാണ് നിങ്ങളും ഞാനും ഒക്കെയുള്ളത്. എന്നാൽ ബഹുമാന്യായ പടാളത്തിനെ പോലെയുള്ള നേതാക്കന്മാർ, അതുപോലെ തന്നെ MI തങ്ങളെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പലപ്പോഴും അവരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ട് അവരൊക്കെ പറയുന്നത് കേട്ട് ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. തീർത്ത് സംസാരിക്കുമ്പോൾ അന്നത്തെ കാരണവന്മാർ, അന്നത്തെ ചെറുപ്പക്കാർ എല്ലാവരും അവരുടെ ഭരണവിരലിൽ ഉയർന്നു നിന്നിട്ടാണ് അത്രയും പ്രസംഗം കേൾക്കുക. ഒരുതരം വൈകാരിക വിശുദ്ധതയോടുകൂടെ അവന്റെ ഹൃദയത്തിനകത്ത് നിന്നായിരുന്നു സംസാരിച്ചത്. ഇതിന്റെ പ്രസംഗം ഇങ്ങനെ കത്തിക്കാടി ഇങ്ങനെ പടർന്നു വരുമ്പോ തലയിലെ കെട്ട് വലിച്ചടിച്ചു അവരിങ്ങനെ ആകാശത്തേക്ക് പാറിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ, ഇന്ന് പ്രസംഗം കേൾക്കുമ്പോൾ കൈയടിക്കുന്ന പോലെയല്ല, അന്ന് കൂകി വിളിക്കുകയാണ്. ഹൃദയത്തിനകത്ത് നിന്ന് ഒരു തരം വല്ലാത്ത ശബ്ദം പുറത്തു വരലാണ്. എനിക്ക് സംസാരിച്ചത് അവരുടെ ഹൃദയത്തിനകത്ത് നിന്നാണ്. ആരോട്? 21 അതിവൈകാരികമായ തന്റെ ചിന്താഗതിനകത്തിലും അവരെ ഉപേക്ഷിച്ചിട്ടില്ലാത്ത 21 ഒരു കത്തി തന്റെ അരകിലും വെച്ച മാപ്പിളയുണ്ട് സീറ്റ് സംസാരിച്ചത്. സീറ്റിന്റെ ഒരു സംസാരം, ഒരു വഴി അവന്റെ വൈകാരികതയിൽ അവരെ പറകോട്ട് കൊണ്ടുപോയില്ല. അതിവൈകാരികതയെ സീറ്റ് കത്തിച്ചു. സീറ്റ് അവരോട് പറഞ്ഞു, നിന്റെ മണ്ണാണിത്, നീ പൊഴുതു ജയിച്ച മണ്ണ്. ലവകുട്ടിയുടെ, ചേക്കുട്ടിയുടെ, ആലിമുകുലികാരുടെ, ചെമ്പൻ പോക്കരുടെ കഥ തീർത്ത് പറയുമ്പോൾ തലവരയിൽ നിന്ന് അവർ ആകാശത്തേക്ക് ഉയർന്നു ചാടുമായിരുന്നു. ആർപ്പുവിളികൾ കൊണ്ട് തീരത്തിന്റെ പ്രസംഗത്തെ കേൾക്കുമായിരുന്നു. ലീഗ് ചെയ്തത് കേരളത്തിലെ മാപ്പിളയുടെ വികാരത്തെ കെടുത്തുകയല്ല, അതിനെ ആളിയാളി കത്തിക്കുകയാണ്, അത് പെട്രോൾ ഒഴിച്ചു കത്തിക്കുകയാണ്. ആ വൈകാരികത ഇങ്ങനെ പതഞ്ഞുയർന്നു വന്നപ്പോ അതിനെ ചാരയിൽ ചെയ്തു ലീഗ്. അവരുടെ ശക്തിയെ, അവരുടെ വികാരത്തെ ലീഗ് വഴിതിരിച്ചു വിട്ടു. അവരോട് പറഞ്ഞു, ആ വികാരം കൊണ്ട് യൂണിവേഴ്സിറ്റികളുണ്ടാക്കി, ആ വികാരം കൊണ്ട് സ്കൂളുകളുണ്ടാക്കി, ആ വികാരം കൊണ്ട് കോളേജുകളുണ്ടാക്കി, ആ വികാരം കൊണ്ട് പള്ളികളും മദ്രസകളുണ്ടാക്കി, ആ വികാരം കൊണ്ട് തെരുവുകളും അവര് പുരോഗതിയുടെ ഒരുപടി വാതായനങ്ങൾ അവന്റെ മുമ്പിൽ തുറന്നു വെച്ചു കൊടുത്തു. വികാരമില്ലാത്ത ഒരു ജനതയെ ഒന്നിനും കൊള്ളില്ല. വൈകാരികമായി ചിന്തിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് രാജ്യത്തൊരു സുഖം ചെയ്യാൻ കഴിയില്ല. പുതിയ ആളുകളൊക്കെ പറയുന്നുണ്ടല്ലോ, ലീഗിനെ വിമർശിക്കുന്നവർ ആത്മസംയമനത്തിന്റെ താരാട്ട് പാട്ടുപാടി അഭിമതനായ തങ്ങളും ലീഗുമൊക്കെ ഒരു ജനതയെ ഉറക്കി കിടത്തുകയാണെന്ന്. ലീഗ് സംയമനത്തിന്റെ പാട്ടുപാടി ഉറക്കുകയല്ല, അതിവിപ്ലവത്തിന്റെ ശബ്ദമുയർത്തി അവരെ ഉണർത്തുകയായിരുന്നു. പക്ഷേ ആ ഉണർത്തലിന്, ആ വികാരത്തെ വിനാശകരമായി ഉപയോഗിച്ചില്ല. പ്രൊഡക്റ്റീവായി, കൺസ്ട്രക്റ്റീവായി ആ അതിവൈകാരികതയെ വഴിതിരിച്ചു വിട്ടത് ലീഗാണ്. മാപ്പിളയുടെ വികാരത്തിന്റെ മുകളിലാണ് ഈ മലബാറിൽ കാണുന്ന പുരോഗതി ലീഗ് ഉണ്ടാക്കിയത്. അവന്റെ വികാരത്തെ ഐസുവെള്ളം തളിച്ചു ക്ഷമിപ്പിച്ചിട്ടല്ല. ഇവിടുത്തെ വികാര ജീവികൾ ചെറുപ്പക്കാരനെ തെരുവിലിറക്കി കൊല്ലാനും വെട്ടാനും വിടുമ്പോ ലീഗ് ചെറുപ്പക്കാരന്റെ വികാരത്തെ കോളേജുകളും സ്കൂളുകളുമാക്കി മാറ്റി. സിയസ് സംസാരിച്ച ജനത അങ്ങനെയായിരുന്നു, സിയസ് ഇടപെട്ട ജനത അങ്ങനെയായിരുന്നു. ഇപ്പോഴെവിടെയാണ് സമുദായം നിൽക്കുന്നത് എന്നറിയുമോ? ആകാശത്തിലേക്ക് നോക്കുക. നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു നക്ഷത്രമുണ്ട് ആകാശത്ത്. അതിന്റെ പേരെന്തെന്നറിയുമോ? നെസ്ലിൻ നീലങ്കാടനെന്നാണ്. നെസ്ലിൻ നീലങ്കാടനെന്നാണ്. മലപ്പുറത്തിന്റെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയുടെ പേരെങ്ങനെയാണ് ആകാശത്തിലെ താരാപഥങ്ങൾക്ക് വന്നത്, ഒരു താരത്തിന് വന്നത്? എങ്ങനെയാണ് ഒരു നക്ഷത്രത്തിന് നെസ്ലിന്റെ പേര് വന്നത്? ലോകത്തിലെ മുഴുവൻ പുരോഗമിച്ച രാജ്യങ്ങളും അമേരിക്കയടക്കമുള്ള ശാസ്ത്രലോകത്തിൽ അതിനൈപുണ്യമുള്ള മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് രാപ്പകൽ ഭേദമന്യേ ആകാശത്തിലേക്കും ഭൂമിയിലേക്കും നോക്കിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ശാസ്ത്രത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് മലപ്പുറത്തിന്റെ കുഗ്രാമത്തിൽ നിന്ന് നെസ്ലിൻ നീലങ്കാടൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ലോകത്തോട് എന്താ പറഞ്ഞത്? നിങ്ങൾ കാണാത്ത ഒരു നക്ഷത്രമുണ്ട് ഇവിടെ. ലോകത്തിലെ താരാപഥങ്ങൾക്കിടയിൽ ഒരു നക്ഷത്രം ഇന്നറിയപ്പെടുന്നത് ശാസ്ത്രലോകത്ത് നെസ്ലിന്റെ പേരിലാണ്. ലീഗിനെ വിമർശിക്കാൻ വേണ്ടി ചീപ്പ് ഏർപ്പാടുകൾ നടക്കുന്ന ഈ നാട്ടിലെ തീവ്രഭൂപാതകൾക്കും ഇവിടുത്തെ ലീഗ് വിരുദ്ധർക്കും അറിയുമോ? ഒരുപക്ഷെ പ്രായം കൊണ്ട് ആ പെൺകുട്ടി സയ്യിദ് മുഹമ്മദ് സാഹിബിന്റെ പേരക്കുട്ടിയാണ്. സയ്യിദ് ഉണ്ടാക്കിയ ഒരു ജനത അവനെവിടെയാണ്? 10ാം ക്ലാസ് വരെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ പഠിപ്പിക്കണമേ എന്ന് ഒരു ജനതയോട് അവസാനത്തെ പ്രസംഗത്തിൽ
ഒരു പക്ഷേ ഫുക്കോയത്തങ്ങളുടെ കുത്തുപതിലാണ് കാഞ്ഞങ്ങാട് വെച്ചായിരുന്നു ഫുക്കോയത്തങ്ങളുടെ അവസാനത്തെ പ്രസംഗം. ഫുക്കോയത്തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ 10ാം ക്ലാസ് വരെയെങ്കിലും പഠിപ്പിക്കണം. ആ പെൺകുട്ടിയാണ് ലോകത്തിന്റെ മുമ്പിൽ ഒരു നക്ഷത്രത്തെ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു പെണ്ണായി മാറിയ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് 3,80,00,000 ശമ്പളം വാങ്ങുന്ന സൗദയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മലയാള മനോരമയിൽ വന്നല്ലോ അവരെ കുറിച്ചൊരു പതിപ്പ്, ഒരുപാട് പത്രങ്ങളിൽ വന്നല്ലോ. മാതൃഭൂമിയിൽ അവരെ കുറിച്ച് കേരളത്തിൽ മുതൽ ശമ്പളം വാങ്ങുന്നവരെ കുറിച്ച് തൊഴിൽ വീതി വന്നതിൽ സൗദയാണ് 3,80,00,000 ഒരു പെൺകുട്ടി. എവിടെ നിന്നാണ് ഒരു ജനത വന്നത്? ഇന്നലെ പെയ്ത മഴക്ക് ഇന്നും മുളച്ച ചില തവറുകളും ലീഗ് പാർട്ടി നോക്കിയിട്ട് എന്തുണ്ടാക്കി മലപ്പുറത്ത്. ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പറഞ്ഞു, മലപ്പുറത്തുനിന്ന് നമ്മുടെ NDF ലീഗിനോട് ക്യാമ്പയിൻ മലപ്പുറത്ത് ലീഗ് എന്താ ഉണ്ടാക്കിയത്? ഞാൻ പറഞ്ഞു, നീ നല്ല ബാക്കിനോട് പോയി ചോദിക്കണം. കാര്യം തന്നെയില്ല. ഒന്നുമില്ലാത്ത മലപ്പുറത്ത് ലഭിച്ചത് ഇവനല്ല ജനിച്ചത്, ഇവന്റെ ആപ്പയാണ്. ഇവനല്ല ജനിച്ചത്. ഇവൻ ജനിച്ചത് സൗദയുടെ തലമുറയിലാണ്. ഇവൻ ജനിച്ചത് മുസ്ലിം നീലങ്ങാടിന്റെ തലമുറയിലാണ്. ഇവൻ ജനിച്ചത് ഈ പുതിയ കാലത്താണ്. അവന്റെ വാപ്പക്കറിയാം ആരാന്റെ വള്ളംകൂലികളും പുറകുകെട്ടുകളുമായി തകർന്നു പോകുമായിരുന്ന ഒരു ജനതയെ ആത്മാഭിമാനം കൊണ്ട് വളർത്തിയെടുത്ത ലീഗിനെ അവർക്കറിയാം. വച്ചുകുത്തി ജനിച്ചുകൂടെ ഇവന് മനസ്സിലാവില്ല. ഞാൻ ചോദിക്കുന്നത്, തികച്ചു വളർത്തിക്കൊണ്ടുവന്ന ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സാമാന്യബോധമുള്ള സംഘബോധത്തിന്റെ ശക്തിയുള്ള ഒരു ജനത, ആ ജനതയെയാണ് മഹാനായ ശിഹാബ് തങ്ങളുടെ കൈകളിൽ കിട്ടുന്നത്. ശിഹാബ് തങ്ങൾ നയിച്ചത് തികച്ചു നയിച്ച പോലെ, വാപ്പുകിട്ടത് നയിച്ച പോലെ അക്ഷരജ്ഞാനമില്ലാതിരുന്ന ഒരു തലമുറയുടെ മുമ്പിലല്ല സംസാരിച്ചത്. തികച്ചു വളർത്തിക്കൊണ്ടുവന്ന പ്രൗഢഗംഭീരമായ വിവരവും വിദ്യാഭ്യാസവുമുള്ള യൂണിവേഴ്സിറ്റികളുള്ള ഒരു തലമുറയോട്, ആ തലമുറയുടെ ഭാരം അഭിമന്യനായ ശിഹാബ് തങ്ങളുടെ കൈകളിലെത്തുമ്പോ നിങ്ങൾ ഓർത്തു നോക്കുക, സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ അവരോട് സംസാരിക്കുന്ന ഒരു കാലം എന്തെല്ലാം പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചതെന്ന് തികച്ചും വ്യത്യസ്തമായി വിഭിന്നമായി എന്തെല്ലാം പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചു ശിഹാബ് തങ്ങൾ. ശിഹാബ് തങ്ങളുടെ കാലം ഇതിൽ നിന്ന് വ്യത്യസ്തം. ആ കാലത്താണ് നിങ്ങൾ ഓർക്കേണ്ടത്, വിവരമുള്ള ഒരു സമൂഹം വരുമ്പോ പുതിയ വെല്ലുവിളികൾ ഉണ്ടായി. എന്തായിരുന്നു ആ വെല്ലുവിളികൾ? അമേരിക്കയുടെ ചുരുക്കവർ തകർന്നു. ആ ചുരുക്കവർ തകർത്താൻ വന്ന വിമാനം ഓടിച്ചത് ഒരു വിമാനം ഓടിക്കാൻ കഴിയുന്ന ഒരു കേവലം പൈലറ്റ് അല്ല, മറിച്ചോ എഞ്ചിനീയറിംഗിൽ ഗോൾഡ് വിന്നറായ ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ചുരുക്കവർ തകരുന്ന നിമിഷം അദ്ദേഹത്തിന്റെ മെയിൽ പുറത്തു വന്നു. ആ മെയിലിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തത് വിശുദ്ധ ഖുർആൻ എന്ന ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ചെറുപ്പക്കാരന്റെ മുമ്പിൽ ഒരു ആവേശത്തിന്റെ സ്ഫോടനമുണ്ടാകുന്ന ഒരു കാലം അങ്ങനെയാണ് വരുന്നത്. അറിവുള്ള ഒരു ജനത, വിവരമുള്ള ഒരു ജനത, വിനാശത്തിന് വേണ്ടി തന്റെ അറിവിനെ ഉപയോഗിക്കുന്ന ഒരു കാലം. ആ കാലമാണ് ലീഗിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ ഒരു ഗസ്റ്റർ എന്ന് പറയാവുന്ന കാലം. വിശുദ്ധ ഖുർആനാണ് എന്നെ പ്രേരിപ്പിച്ചത്. അമേരിക്കയിൽ ഈ സമീപകാലത്ത് ഒരു 10-15 വർഷക്കാലത്തിനിടയിൽ നടന്ന ഇസ്ലാമിക പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നവർ പറയുന്നത്, അമേരിക്കയിലെ പുതിയ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചത് ഒരു നെഗറ്റീവ് ആസ്പെക്ടോട് കൂടിയാണ്. അവർ പഠിക്കാൻ ശ്രമിച്ചത് ഇതെന്തൊരു ഗ്രന്ഥമാണ്, നിരപരാധികളെ കൊന്നൊടുക്കാൻ പറയുന്ന ഈ ഗ്രന്ഥമെന്ത്, പാവങ്ങളെ ചുട്ടുകൊല്ലാൻ പറയുന്ന ഈ മതമേത്, അത് പഠിക്കാനാണ് പുതിയ തലമുറയിലെ അമേരിക്കക്കാരൻ അവിശ്വാസി വിശുദ്ധ ഖുർആൻ തുറക്കുന്നത്. പക്ഷെ അവർ തുറന്നു നോക്കിയപ്പോൾ ഖുർആനിൽ കാണുന്നത് കാരുണ്യത്തിന്റെയും സഹനത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും ഒരു മഹാപ്രബന്ധത്തെയാണ്, ഒരു വിസ്മയത്തെയാണ്. അവർ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് ഒരു പോസിറ്റീവായ അപ്രോച്ചോടുകൂടിയല്ല, നെഗറ്റീവായ എന്തൊരു അക്രമത്തിന്റെ മതമാണിതെന്നറിയാൻ, എന്തൊരു ക്രൂരമായ മതമാണിതെന്നറിയാൻ അവർ തുറക്കുന്ന ഖുർആൻ. പക്ഷേ അവർ കാണുന്നത് സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും ഒരു വലിയ വെളിച്ചത്തിന്റെ വിപ്ലവമാണ് ഇസ്ലാമിലേക്ക് വന്നത്. അങ്ങനെയാണ് കുറെ ആളുകൾ ഈ 10-15 കൊല്ലത്തിനിടയിൽ അമേരിക്കയിലെ ചുരുക്കവർ തകർക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു വികാരമായി വരുന്ന കാലം.
ആ കാലത്താണ് 1990 മുതൽ ഇന്ത്യയിൽ ഒരു വ്യതിരിക്തമായ സാഹചര്യം ഉണ്ടായി. ധാരണി വെച്ചതിന്റെ പശ്ചാത്തലം വന്നു. ധാരണി വെച്ചത് ഒരു വൈകാരിക പ്രശ്നമായി ലോകത്ത് മുഴുവൻ, ഇന്ത്യയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോ വിവരവും വിദ്യാഭ്യാസവുമുള്ള പുതിയ മോഡേൺ ടെക്നോളജിയെ നന്നായി ഉപയോഗിക്കുന്ന, പത്രങ്ങൾ നന്നായി വായിക്കുന്ന ഒരുപടി ചാനലുകളുള്ള കേരളത്തിലെ ചെറുപ്പക്കാർ അവർ സ്വാഭാവികമായും ധാരണി വെച്ചതിന്റെ വിഷയത്തിന്റെ ചർച്ചകളിൽ പങ്കാളിയായി. ആ സമയത്ത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ പുതിയ ശത്രുക്കൾ വന്നു. ആ ശത്രുക്കളുടെ മുമ്പിലാണ് അത് ഈ ചെറുപ്പക്കാരനോട് വിവരമുള്ള കോളേജ് ക്യാമ്പസുകളിലെ കുട്ടികൾ. നിങ്ങൾ മനസ്സിലാക്കണം, കോഴിക്കോട്ടെ ഒരു പ്രൊഫസർ കോഴിക്കോട്ടെ ആർട്സ് കോളേജിലെ തന്റെ പഠനം ഒക്കെ പൂർത്തീകരിച്ച് നേരെ വരുന്നത് തീവ്രവാദശക്തികൾക്ക് പകർന്നു കൊടുക്കാൻ അധ്യാപകന്മാരുടെ ഒരു കൂട്ടായ്മ, മഞ്ചേരിയുള്ള ഒരു പ്രഗത്ഭരായ ഡോക്ടറടക്കമുള്ള ഡോക്ടർമാരുടെ എഞ്ചിനീയർമാരുടെ ഒരു കൂട്ടായ്മ വന്നു. വെറുമൊരു തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കൂട്ടമല്ല. അവർ വന്നാണ് ലീഗിനോട് സംസാരിച്ചത്. അവർ പറഞ്ഞു, ലീഗ് ചെയ്യുന്നത് അബദ്ധമാണ്, പാലക്കാട് ചെയ്യുന്നത് തങ്ങൾ ചെയ്യുന്നത് വിഭിന്നമാണ്, ഈ തലമുറയെ നിങ്ങളിങ്ങനെ നശിപ്പിക്കരുത്, ഈ തലമുറയെ നിങ്ങൾ ആത്മസംയമനത്തിന്റെ പാടാനാട്ട് പാട്ടുപാടി ഉറക്കരുത്, ഇവരെ നിങ്ങൾ ധരിക്കേണ്ടത് പുതിയ കാലത്താണ്. ഈ കാലത്തിന്റെ പുതിയ സാങ്കേതികതകളെ ഉപയോഗിച്ചുകൊണ്ട് വികാസത്തിന്റെ പടികൾ തേടാൻ അവരെ പ്രേരിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള പണികളുണ്ടായി, നഷ്ടപ്പാതിലേക്കുള്ള ക്യാമ്പുകളുണ്ടായി, പ്രസംഗങ്ങളുണ്ടായി, എല്ലാവരും ഒരുമിച്ച്. ചരിത്രമാർക്കും മറക്കാൻ കഴിയില്ല സഹോദരന്മാരെ. മുസ്ലിം ലീഗ് പാർട്ടി ഒരു പ്രതിസന്ധിയുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പലരും പറയുന്ന കാലമുണ്ടല്ലോ. ആ കാലത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. എല്ലാം ഒരുമിച്ച് പലരും ചോദിക്കാറുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരുപാട് രാഷ്ട്രീയ ജാഥകൾ. ആരുടെ ജാഥയാണ് ഗംഭീരം? മുസ്ലിം ലീഗ് പ്രവർത്തകർ എന്നതിലേക്ക് നമുക്ക് പറയാൻ കഴിയും. ഡോക്ടർ മുനീർ സാഹിബ് നയിച്ച ഒരു യുവജന യാത്രയുണ്ട്, മലയാളിക്ക് മറക്കാനാവാത്ത ഒരു സമരജാഥ. മലയാളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വീർപ്പടക്കി പിടിച്ചൊരു ജാഥയെ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കൂട്ടത്തിന്റെ കക്ഷിരാഷ്ട്രീയത്തിന്റെയും മതജാതികൾക്കും അതീതമായി ആളുകളുടെ ഒരു സാന്നിധ്യത്തിന്റെ പടപ്പാട്ടുണ്ടായിരുന്ന ഒരു ജാഥകരെന്ന് ചോദിച്ചാൽ അസന്നിഗ്ധമായി നമുക്ക് പറയാൻ കഴിയും, പത്രക്കാർക്ക് പറയാൻ കഴിയും. അത് അബ്ദുൽ നാസർ മദനി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ജാഥയാണ്. കാട്ടിപ്പോത്തൊക്കെ ഒരു ഗംഭീരമാണ്. ഇതെന്തെന്നറിയാനുള്ള മലയാളിക്ക് അന്ന് വരെ പരിചിതമല്ലാത്ത ഒരു തീവ്രവാദത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പുതിയ രീതി. തീവ്രവാദം പതുക്കെ ഇരുട്ടിന്റെ മറവിൽ സംസാരിക്കാൻ മാത്രം ശീലിച്ചവർ